All right. Good evening, my dear friends. Welcome to today's CMA US mentorship program. Friends, ഈ ഒരു mentorship program കഴിഞ്ഞ പ്രാവശ്യം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയതിനെക്കാട്ടും ഒരുപാട് മെത്തഡോളജീസ് മാറ്റിയിട്ടും സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്കും കൂടി വെച്ചിട്ടാണ് ഈ പ്രാവശ്യത്തെ മെന്റർഷിപ്പ് പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓൾറൈറ്റ്. സോ ഈ മെന്റർഷിപ്പ് പ്രോഗ്രാം എന്തിനാണ് കണ്ടക്ട് ചെയ്യുന്നതിന്റെ ഒബ്ജക്റ്റീവ് എന്താ, നമുക്ക് ആദ്യം നമ്മുടെ വിഷൻ നമുക്ക് ക്ലിയർ ആക്കണം. ഓൾറൈറ്റ്. സോ ദ വിഷൻ ഹാസ് ടു ബി വെരി വെരി ക്ലിയർ. ആൻഡ് ഇവിടുത്തെ വിഷൻ വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെയും ഡ്രീം എന്റെയും ഡ്രീം ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ CMA US എക്സാം എഴുതണം. എക്സാം എഴുതിയിട്ട് എന്ത് ചെയ്യണം? പാസ് ആവണം. എവറിബഡി ക്ലിയർ വിത്ത് ദിസ് പാർട്ട്? സോ ഈ ഒരു കാര്യത്തിലോട്ട് എന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് 100% സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഞാൻ മാത്രമല്ല, സൗപർണിക മാം ഇസ് ഓൾസോ ദെയർ അലോങ് വിത്ത് മീ ഇൻ ദിസ് ലൈവ് സെഷൻ. ഗുഡ് ഈവനിങ് മാം. നമ്മൾ രണ്ടുപേരുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 100% സപ്പോർട്ട് അവൈലബിൾ ആയിരിക്കും. ഈ സപ്പോർട്ട് നമ്മൾ എങ്ങനെയാണ് തരാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് ഇന്നത്തെ മെന്റർഷിപ്പ് പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ പോയിന്റ് നമ്പർ 1, ഈവൻ ബിഫോർ ഐ ടോക്ക് അബൌട്ട് ദ മെന്റർഷിപ്പ് പ്രോഗ്രാം, നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്? നിങ്ങൾ എല്ലാവരും CMA US ക്വാളിഫൈഡ് സ്റ്റുഡൻസ് ആയിട്ട് മാർക്കറ്റിലോട്ട് ഇറങ്ങണം. ക്വാളിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഹൗ ടു ക്ലിയർ ദി എക്സാം? Alright, how to clear the exam? എക്സാം ക്ലിയർ ചെയ്യണമെങ്കിൽ ഞാൻ ഒരുപാട് CMA US ക്വാളിഫൈഡ് സ്റ്റുഡൻസ് ആയിട്ട് പ്രാക്ടിക്കലി വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സം ഓഫ് ദം ആർ ഹിബ, റിംഷ, ദേ ആർ ഡയറക്ട്ലി വർക്കിംഗ് വിത്ത് മീ. ഒരു സ്റ്റുഡന്റ് നല്ല മാർക്ക് കിട്ടിയ സ്റ്റുഡന്റ്, ഐ തിങ്ക് ഹി സ്കോർഡ് ഓൾമോസ്റ്റ് 70 to 80% മാർക്സ് ഇൻ ദി എക്സാം. അങ്ങനത്തെ 2 സ്റ്റുഡൻസും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരോടൊക്കെ സംസാരിച്ച് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് എന്താന്ന് വെച്ചാൽ, എക്സാം പാസ് ആവണമെങ്കിൽ നമുക്ക് വേണ്ട 4 മേജർ കാര്യങ്ങളിൽ ഫസ്റ്റ് 1 ആണ് നമുക്ക് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല സ്ഥലത്തും അവർ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത സമയത്ത് സംഭവം മനസ്സിലാവാതെ വന്നതുകൊണ്ട് എക്സാമിൽ ബൈഹാർട്ട് ചെയ്ത് എഴുതി. അപ്പൊ അവർ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, അതേപോലെ ക്വസ്റ്റ്യൻ വന്നപ്പം എഴുതാൻ പറ്റി, ക്വസ്റ്റ്യൻ കുറച്ച് വളഞ്ഞു വന്നാൽ എഴുതാൻ പറ്റുന്നില്ല. ആർ യു ക്ലിയർ? സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്കൊരു എക്സാം പാസ് ആവണമെങ്കിൽ വെറുതെ എക്സാം പാസ് ആവാൻ വേണ്ടി പാസ് ആയിട്ട് കാര്യമില്ല. നമുക്ക് അവിടെ വേണ്ട ഒരു കാര്യമാണ് കോൺസെപ്ച്വൽ ക്ലാരിറ്റി. എന്താണ് പഠിക്കുന്നത്, എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പൊ CMA US പാർട്ട് ലെറ്റ്സ് സേ പാർട്ട് B, ഇൻ ദാറ്റ് നമ്മളൊരു കോർപ്പറേറ്റ് ഫിനാൻസ് ചാപ്റ്റർ എടുക്കുകയാണ്. CAPM എന്ന് പറഞ്ഞൊരു ഫോർമുലയുണ്ട്, RF + ബീറ്റ × RM - RF. ഇതെന്താണ്, എന്തിനാ ചെയ്യുന്നത്? ഇങ്ങനത്തെ ഒരു സാധനം പ്രാക്ടിക്കലി നമ്മൾ മാർക്കറ്റിൽ ചെയ്യുന്നുണ്ടോ? ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവാതെ ജസ്റ്റ് ആ ഒരു ഫോർമുല RF + ബീറ്റ × RM - RF, ഈ ഫോർമുല മാത്രം ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിൽ അങ്ങാനും ക്വസ്റ്റ്യൻ വളഞ്ഞു തിരിഞ്ഞു വന്നാൽ നമ്മൾ കുടുങ്ങും. സോ പോയിന്റ് നമ്പർ 1 വളരെ ഇമ്പോർട്ടന്റ് ആയി വരുന്ന ഒരു ഫാക്ടറാണ് കോൺസെപ്ച്വൽ ക്ലാരിറ്റി. നമുക്ക് കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിരിക്കണം. പോയിന്റ് നമ്പർ 2, കോൺസെപ്റ്റ് ക്ലിയർ ആയാൽ മാത്രം പോരാ, എക്സാമിൽ എഴുതണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ആണ് വേണ്ടത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് എന്നോട് പറഞ്ഞ ഒരു ഫീഡ്ബാക്ക് എന്താന്ന് വെച്ചാൽ, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആൻസർ കിട്ടാതിരിക്കുമ്പോൾ അവർക്ക് അതിന്റെ സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ട് ഒരുപാട് സ്റ്റുഡൻസ് അവിടെ എന്താവുന്നുണ്ട്? സ്റ്റക്ക് ആവുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡൗട്ട് ക്ലാരിഫിക്കേഷനും കൂടി ഇതിന്റെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു എക്സാം പാസ് ആവാൻ പറ്റും. ശരിയല്ലേ? അതാണ് രണ്ടാമത്തെ ഫാക്ടർ. മൂന്നാമത്തെ ഫാക്ടർ ഒരുപാട് സ്റ്റുഡൻസ് പറഞ്ഞ എന്താന്ന് വെച്ചാൽ, പഠിച്ചു തുടങ്ങും ബട്ട് ദർ ഇസ് സംതിങ് കോൾഡ് ആസ് ലാക്ക് ഓഫ് ഫോക്കസ്. ഇന്ന് പഠിക്കും, നല്ല ചൂടായിരിക്കും, ഇന്ന് പഠിച്ചു തുടങ്ങി, അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും വീട്ടിൽ കുറെ പ്രശ്നങ്ങൾ വരും, അല്ലെങ്കിൽ വല്ല ഫ്രണ്ട്സ് വിളിച്ച് എന്തെങ്കിലും പറയും. ആ ഫോക്കസ് പോയി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ട്രാക്കിൽ കയറാൻ എന്താവുന്നില്ല? പറ്റുന്നില്ല. ഇതാണ് ഇതിൽ വരാൻ പോകുന്ന മൂന്നാമത്തെ ഒരു മേജർ കൺസേൺ ആയിട്ട് ഞാൻ ഇവിടെ കാണുന്നത്. എവറിബഡി ക്ലിയർ വിത്ത് ദിസ് പാർട്ട്? നാലാമത്തെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി, ക്വസ്റ്റ്യൻ സോൾവിങ്, ഫോക്കസും കൂടി കിട്ടിക്കഴിഞ്ഞാൽ എക്സാം റൈറ്റിംഗ് എക്സ്പീരിയൻസ്. ഒരുപാട് പേര് എക്സാമിനേഷൻ ഒരുപാട് ഫീസ് കൊടുത്തിട്ടാണ് എക്സാം വരുന്നത്. നല്ല എക്സാം ഫീസ് ഉണ്ട്, 30,000 to 35,000 അടുത്താണ് നിങ്ങളുടെ എക്സാമിനേഷൻ ഫീ വരുന്നത് പെർ പാർട്ട്. എം ഐ റൈറ്റ്? ഈ എക്സാം ഹാളിൽ പോയിട്ട് ഇരുന്ന് എഴുതിയിട്ട് ആൻസർ കിട്ടാതെ കുടുങ്ങുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഓക്കെ, അതേ സാധനം എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് നമുക്ക് അതൊരു ബാക്ക് എൻഡ് എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എക്സാം ഹാളിലോട്ട് പോവുകയാണെങ്കിൽ അത്രയും ഫീസ് നമുക്ക് ലാഭിച്ചൂടെ? റൈറ്റ്? സോ അവിടെ നമുക്ക് എന്ത് വേണം?
എക്സാം റൈറ്റിംഗ് പ്രാക്ടീസും കൂടി വേണം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നിങ്ങളുടെ CME US എക്സാം, ഞാൻ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ അവസാനം എടുക്കും കേട്ടോ. അവസാനം നമ്മൾ കുറെ ഓഫേഴ്സും പറയാൻ പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പറയും. ലാസ്റ്റ് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആക്കിയിട്ട് മാത്രമേ ഞാൻ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നുള്ളൂ. എവരിബഡി ക്ലിയർ വിത്ത് ദിസ് പാർട്ട്? സോ പോയിന്റ് നമ്പർ 1 എന്താണ്? കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി. പോയിന്റ് നമ്പർ 2 എന്താണ്? മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. പോയിന്റ് നമ്പർ 3 എന്താണ്? ഫോക്കസ് നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് റൂട്ടിലോട്ട് കൊണ്ടുവരണം. പോയിന്റ് നമ്പർ 4 എന്താണ്? എക്സാം റൈറ്റിംഗ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. എവരിബഡി ക്ലിയർ? സോ ഇനി ഞാൻ ഇതിന്റെ സൊല്യൂഷനിലോട്ട് വരാം. മെന്റർഷിപ്പ് കൊണ്ടുവന്നതും നിങ്ങൾക്ക് ഈ 4 കാര്യങ്ങളും കൃത്യമായിട്ട് കിട്ടണം എന്ന രീതിയിൽ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ മെന്റർഷിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ മെന്റർഷിപ്പിന്റെ ഭാഗമായിട്ട് പോയിന്റ് നമ്പർ 1 ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, സ്റ്റുഡൻസ് ഒക്കെ ഓൾറെഡി കോഴ്സസ് അറ്റൻഡ് ചെയ്തു, കുറെ പഠിച്ചു, നിങ്ങൾക്ക് നല്ലൊരു എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ടാവും. അപ്പൊ ഇനി നമുക്ക് എക്സ്പെൻസ് സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ല, അതിന് ഫണ്ടും ഉണ്ടാവില്ല ചിലപ്പോൾ. സോ എനിക്ക് ഇത് ഫ്രീ ആയിട്ട് ചെയ്യാനാണ് താല്പര്യം. പക്ഷെ ഒരൊറ്റ കൺസേൺ മാത്രമേ ഉള്ളൂ, എന്തെങ്കിലും കാര്യം ഫ്രീ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ഇത് വില ചെയ്യാറില്ല. സോ നിങ്ങൾ വില ചെയ്യണം, പക്ഷെ എനിക്ക് ഫ്രീ ആയിട്ടും ചെയ്യണം. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഒരു ഹൈബ്രിഡ് മോഡലാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഹൈബ്രിഡ് മോഡലിൽ ഫസ്റ്റ് വരുന്ന മോഡലാണ് ഫ്രീ മോഡൽ. നിങ്ങൾക്ക് നമ്മുടെ സൈഡിൽ നിന്ന് ഫ്രീ ആയിട്ടുള്ള മാക്സിമം സപ്പോർട്ട് ഞാൻ തരാൻ നോക്കും. ഈ ഫ്രീ സപ്പോർട്ടിൽ പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഇപ്പോൾ 1 by 1 ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം വരുന്ന പോയിന്റ് ആണ്, ആസ് എ പാർട്ട് ഓഫ് ദിസ് ഫ്രീ സപ്പോർട്ട് നിങ്ങൾക്കൊരു ഫ്രീ സ്റ്റഡി പ്ലാൻ നമ്മൾ പ്രൊവൈഡ് ആക്കി തരും. അപ്പൊ ഈ മെന്റർഷിപ്പിൽ എൻറോൾ ചെയ്യുന്ന സ്റ്റുഡൻസ് നമ്മൾ ഒരു ഗൂഗിൾ ഫോം അയച്ചു തരും. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മെന്റർഷിപ്പിൽ എൻറോൾ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു കറക്റ്റ് ആയ സ്റ്റഡി പ്ലാൻ, ഞാൻ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിച്ചു തരാം. ഓൾറൈറ്റ്, 4 ആഴ്ച കൊണ്ട് ഏപ്രിൽ ഒരു മിഡ് ആകുമ്പോഴത്തേക്കും 10-ാം തീയതി 12-ാം തീയതി ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ CME US ടോപ്പിക്സ് കംപ്ലീറ്റ് ആയിട്ട് തീർക്കാം. ഓരോ ആഴ്ച നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അസൈൻമെന്റ് ഉണ്ടാവും. ഈ ഒരു അസൈൻമെന്റ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? നിങ്ങൾ ആ ചാപ്റ്റർ വൃത്തിക്ക് പഠിച്ചു എന്നാണ് അതിന്റെ അർത്ഥം വരിക. ഈ ഒരു അസൈൻമെന്റിൽ 10 മുതൽ 12 വരെ ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ എൻറോൾ ചെയ്യിപ്പിക്കും. അതിന്റെ ആൻസേഴ്സും ഉണ്ടാവും. പക്ഷെ ആദ്യം നിങ്ങൾ ആ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് സോൾവ് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ സെക്ഷൻ എ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. സെക്ഷൻ എയിൽ നിന്ന് നമ്മളൊരു 10-12 ബ്യൂട്ടിഫുൾ ആയ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് പോലെ തരും. ആൻസേഴ്സും കൂടി പ്രൊവൈഡ് ചെയ്യും. ഇത് നമ്മൾ കറക്റ്റ് ചെയ്യൂല കേട്ടോ, ഒരു ആൻസേഴ്സും കൂടി പ്രൊവൈഡ് ചെയ്യും. ഒബ്ജക്റ്റീവ് എന്താണ്? പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്മോൾ ടെസ്റ്റ് ചെയ്താൽ എഴുതുമ്പോൾ നിങ്ങൾ ടോപ്പിക് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് അവിടെ കിട്ടിയിരിക്കും. എവരിബഡി ക്ലിയർ വിത്ത് ദിസ് പാർട്ട്? സോ അതാണ് സ്റ്റഡി പ്ലാൻ പ്ലസ് അസൈൻമെന്റ്. ഇനി ഇത് കുറെ ആൾക്കാർക്ക് കൊടുത്താൽ അവർ ചെയ്യൂല. ചെയ്യാതെ വരുമ്പം എന്റെ ടീം നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് അയക്കും, നിങ്ങൾ എന്തുകൊണ്ട് ഹോംവർക്ക് ചെയ്തിട്ടില്ല? ഒരാൾ ചോദ്യം ചോദിക്കാൻ മുകളിലുണ്ടെങ്കിൽ ഈ കാര്യം കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് മൂവ് ചെയ്യല്ലോ, ശരിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരാൾ മുകളിൽ കൂടെ നോക്കുന്നുണ്ടെന്നുള്ള പ്രഷർ ഉണ്ടാവും. പക്ഷെ ഒരൊറ്റ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, നിങ്ങൾ ആ മെസ്സേജിന് റിപ്ലൈ കൊടുക്കണം. പഠിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് റിപ്ലൈ കൊടുക്കണം. ആ റിപ്ലൈ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിലൊരു വിഷമം വരും, അയ്യോ നിങ്ങൾ ചോദിച്ചു ഞാൻ ആൻസർ ചെയ്തിട്ടില്ല. ആ വിഷമം വരുമ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യും? അസൈൻമെന്റ് ടൈമിൽ ചെയ്ത് തീർക്കാൻ നിങ്ങൾ ശ്രമിക്കും. ആർ യു ക്ലിയർ സോ ഫാർ? ഇഫ് യു ആർ ക്ലിയർ പ്ലീസ് ഗിവ് മീ എ തംസ് അപ്പ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഒരു സ്മൈലി ബട്ടൺ ഉണ്ട്, ഞെക്കാൻ മാത്രം മതി. റെഡി അല്ലേ? പെർഫെക്റ്റ്. ഓക്കെ, അപ്പൊ അതാണ് പോയിന്റ് നമ്പർ 1, സ്റ്റഡി പ്ലാൻ അസൈൻമെന്റ്. രണ്ടാമത്തെ പോയിന്റ്, നിങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ വരും, ശരിയല്ലേ? അപ്പൊ മാക്സിമം പ്രോബ്ലം, ഹോക്ക് ആയിരിക്കാം, ഗ്ലൈം ആയിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാക്സിമം പ്രോബ്ലം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക, സ്വന്തമായിട്ട് പഠിക്കുക. പഠിക്കുമ്പോൾ സംശയങ്ങൾ വരും. സംശയങ്ങൾ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വീക്ക്ലി ഞാൻ മോസ്റ്റ്ലി വെനസ്ഡേ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അറിയിക്കാം. എല്ലാ വെനസ്ഡേ 8 PM ഞാൻ ലൈവായിട്ട് വരും. മനസ്സിലായോ? ലൈവായിട്ട് വന്നിട്ട് നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യന്റെയും ആൻസർ ഞാൻ ലൈവായിട്ട് ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. ഇതേപോലെ സൗപർണിക മാമും കൂടി ആഴ്ചയിൽ 1 മണിക്കൂർ ലൈവായിട്ട് വരും. സെക്ഷൻ എ, സെക്ഷൻ അല്ല, പാർട്ട് എയിൽ വരുന്ന അല്ലെങ്കിൽ പാർട്ട് 1 വരുന്ന ഏത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും സൗപർണിക മാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. എവറിബഡി ക്ലിയർ വിത്ത് ദിസ് പാർട്ട്? സോ സ്റ്റഡി പ്ലാൻ കിട്ടി, അസൈൻമെന്റ് കിട്ടി. അസൈൻമെന്റ് ചെയ്ത ആൾക്കാർക്ക് മെസ്സേജ് പോകും, ഗുഡ് ജോബ്, നിങ്ങൾ നിങ്ങളുടെ പഠിപ്പ് നന്നായിട്ട് ചെയ്തു, ഇതേപോലെ പഠിച്ചാൽ എക്സാം പാസ് ആവും. പഠിക്കാത്ത ആൾക്കാർക്ക് എന്തുകൊണ്ട് ചെയ്തിട്ടില്ല, നമ്മുടെ സൈഡിൽ എന്തെങ്കിലും സപ്പോർട്ട് വേണോ എന്ന മെസ്സേജ് വരും. റിക്വസ്റ്റ് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എല്ലാവരും ആ ഒരു മെസ്സേജിന് എന്ത് ചെയ്യണം? ഒരു റിപ്ലൈ കൊടുക്കണം. എവറിബഡി ക്ലിയർ? മൂന്നാമത്തെ പോയിന്റ്, ഇത് രണ്ടുമാണ് നമ്മുടെ ഫ്രീ സപ്പോർട്ട് പ്ലാനിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് വരുന്ന ഒരു പാർട്ടാണ് പ്രീമിയം സപ്പോർട്ട്.
ഇത് എന്തുകൊണ്ടാണ് പ്രീമിയം സപ്പോർട്ടിലോട്ട് പോകാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ചെയ്യാൻ കുറച്ച് കോസ്റ്റും നല്ല രീതിയിൽ സപ്പോർട്ടും നമ്മുടെ സൈഡിൽ നിന്നും കൂടി വേണം. അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ ഫ്രീ ആയിട്ട് തന്നാൽ നിങ്ങൾ വില ചെയ്യൂല, കൃത്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ റിസൾട്ടിലോട്ട് എത്താനും പറ്റൂല. പ്രീമിയം സപ്പോർട്ടിൽ 2 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന്, നിങ്ങൾക്ക് വരാൻ പോകുന്നത് ടെസ്റ്റ് സീരീസ് ആണ്. ഓക്കെ, ഈ ടെസ്റ്റ് സീരീസിന്റെ ഭാഗമായിട്ട് എക്സ്പെർട്ട് ഗ്യാൻ നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ആപ്പിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ടീം സെൻഡ് ചെയ്ത് തരും. മനസ്സിലായല്ലോ? 10 ക്വസ്റ്റ്യൻ പേപ്പർ, ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പൊ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ആയി? 1000 ക്വസ്റ്റ്യൻസ്. MCQ എക്സാം ആയിരിക്കും. ആപ്പിൽ ക്ലിയർ ആയിട്ട് എക്സാം എഴുതാൻ പറ്റും. പറഞ്ഞ മനസ്സിലായല്ലോ? ഈ ഒരു എക്സാം എഴുതുന്നതിൽ ഈ 10 എനിക്ക് തോന്നുന്നു ഒരു 8 എണ്ണം നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലത്തെ MCQ ആക്കാം. 2 എക്സാം ഡിസ്ക്രിപ്റ്റീവ് ആക്കാം. ഡിസ്ക്രിപ്റ്റീവ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. പറഞ്ഞ മനസ്സിലായല്ലോ? എന്നാൽ എത്ര ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുമ്പോൾ ഡിസ്ക്രിപ്റ്റ് ചിലപ്പോൾ 100 ആയിരിക്കില്ല, ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും. ഓൾറൈറ്റ്, അപ്പൊ ഓൾമോസ്റ്റ് 800+ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മെറ്റീരിയലിൽ നിന്നിട്ടും പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നിട്ടും കിട്ടിയ ബെസ്റ്റായ 800 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് തരിക. ഈ ഒരു എക്സാമിന്റെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചർ എന്താന്ന് വെച്ചാൽ, ഈ ഒരു എക്സാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്പോസ് മാർക്ക് കിട്ടിയിട്ടില്ല, കുറഞ്ഞു, നിങ്ങൾക്ക് അതേ ടെസ്റ്റ് റീടേക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്താണ്? എക്സാം പാസ് ആവണം, ശരിയല്ലേ? അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ടൈം എഴുതി 100ൽ നിങ്ങൾക്ക് ആകെ 20 ക്വസ്റ്റ്യൻ ശരിയായിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. ഓക്കെ, 80 തെറ്റിപ്പോയി. അടുത്ത പ്രാവശ്യം ഇതേ ടെസ്റ്റ് വീണ്ടും എഴുതാം. എന്റെ റിക്വസ്റ്റ് ഇത്രയേ ഉള്ളൂ, ആ 100ൽ അറ്റ്ലീസ്റ്റ് 90 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ സ്വന്തമായിട്ട് കറക്റ്റ് കിട്ടുന്നവരെ അതേ ടെസ്റ്റ് നിങ്ങൾക്ക് ആവർത്തിച്ച് എഴുതാം. അപ്പൊ ഓരോ ടെസ്റ്റും നിങ്ങൾക്ക് ഒരു വട്ടം എഴുതി നിർത്തണം എന്നില്ല. ഇന്ന് എഴുതി പൊട്ടി അതേ ടെസ്റ്റ് വീണ്ടും എഴുതാം. പക്ഷെ അങ്ങനെ നിങ്ങൾ ഈ 10 ടെസ്റ്റും കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി തരാം, മെയ് വരുന്ന അറ്റംപ്റ്റിൽ നിങ്ങൾ എക്സാം എഴുതിയാൽ നിങ്ങൾ എന്തായാലും പാസ് ആയിട്ടിരിക്കും. Everybody clear with this part? If you're clear, can you please put a thumbs up in the chat box? Perfect, fantastic. First premium support test series. കോസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. രണ്ടാമത്തെ പ്രീമിയം സപ്പോർട്ട് ആണ് നമ്മുടെ റെക്കോർഡഡ് ലെക്ചേഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് CMA USSന്റെ കംപ്ലീറ്റ് റെക്കോർഡഡ് ലെക്ചേഴ്സ്, കോൺസെപ്റ്റൽ റെക്കോർഡഡ് ലെക്ചേഴ്സ് ആണ്. പ്രോബ്ലംസ് നമ്മൾ ഇതിന്റെ കൂടെ വേറെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. റൈറ്റ് നൗ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ഫോക്കസ് എന്തിന്റെ മുകളിലാണ്? കോൺസെപ്റ്റിന്റെ മുകളിലാണ്. നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ എന്നാണ് ഇവിടുത്തെ മെയിൻ ചാലഞ്ച്. ആ കോൺസെപ്റ്റൽ കംപ്ലീറ്റ് റെക്കോർഡഡ് ലെക്ചേഴ്സ് പാർട്ട് 2 ആൻഡ് പാർട്ട് 1 ഓർ പാർട്ട് A, പാർട്ട് B, however you want to call that, അത് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ഇതിന്റെ കൂടെ പ്രീമിയം സപ്പോർട്ടിന്റെ ഭാഗമായിട്ട് കിട്ടും. ഇപ്രാവശ്യം ചെയ്ത ഒരു യുണീക് ഫീച്ചർ എന്താന്ന് വെച്ചാൽ, സപ്പോസ് നിങ്ങൾക്ക് ഫുൾ ക്ലാസ് വേണ്ട, നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാർട്ട് 2ൽ സെക്ഷൻ B ആണ് ടഫ്, അല്ലെങ്കിൽ സെക്ഷൻ C ആണ് ടഫ്, ആ ലെക്ചേഴ്സ് മാത്രം വേണമെങ്കിൽ അത് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. എവറിബഡി ക്ലിയർ? സോ വളരെയധികം കോസ്റ്റ് നമ്മൾ നല്ല രീതിയിൽ ക്രാഷ് ഡൗൺ ചെയ്യുന്നു. പക്ഷെ തീരെ പ്രൈസ് ഇല്ലാതെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് വില ചെയ്യൂല, പഠിക്കൂല. അപ്പം നിങ്ങൾക്കും നഷ്ടം, നമുക്കും നഷ്ടം. ഇവിടെ ഒരു ചെറിയ ഫീസ് അടച്ചു, പഠിച്ചു, ഇത് വൃത്തിക്ക് ചെയ്ത എക്സാം പാസ് ആവുമ്പോൾ നിങ്ങൾക്ക് അത് സാലറി ഉണ്ടാക്കി പെട്ടെന്ന് കവറപ്പ് ചെയ്യാം. പക്ഷെ ഫ്രീ ആയതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നില്ല, ചെയ്യുന്നില്ല, എക്സാം എഴുതി ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഇതിന്റെ ഒരു റിസൾട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് വരൂല. ഓക്കെ, മേഘ്ന റേറ്റ്സ് എല്ലാം പറയാം. എവറിത്തിങ് ഐ വിൽ ബി എക്സ്പ്ലെയിനിങ്. ആൻഡ് ഫ്രണ്ട്സ്, ആസ് എ പാർട്ട് ഓഫ് ഫ്രീ സപ്പോർട്ട് ഞാൻ കുറച്ച് തിയറി ചാപ്റ്റേഴ്സ് ഉണ്ട് നിങ്ങളുടെ പാർട്ട് 2ൽ വരുന്നത്. ദാറ്റ് ഇസ് സെക്ഷൻ ഐ തിങ്ക് D and F, if I am not wrong. കറക്റ്റ് മീ. ഓക്കെ, റിസ്ക് മാനേജ്മെന്റ് ഒരു ചാപ്റ്റർ ഉണ്ട്, എത്തിക്സ്, കോഡ് ഓഫ് എത്തിക്സിന്റെ ചാപ്റ്റർ ഉണ്ട്. ഈ 2 ടോപ്പിക്സും ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് ഫ്രീ ആയിട്ട് റിവൈസ് ചെയ്യും. സെക്ഷൻ D ഒറ്റ ദിവസം ഇരുന്ന് അടുപ്പിച്ച് തീർക്കും, ഒരു ഡെയിലി F തീർക്കും. 2 സെക്ഷൻസ് ഫ്രീ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരുപാട് ലിവറേജ് കിട്ടും, ശരിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് അവിടെ നല്ല ഒരു അഡ്വാൻറ്റേജും കിട്ടും. ബാക്കി സെക്ഷൻസ് പഠിച്ചാൽ മാത്രം മതി. Am I right? അതും കൂടി ഫ്രീ സപ്പോർട്ടിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. എവറിബഡി ക്ലിയർ വിത്ത് ദിസ് പാർട്ട്? ആദ്യം ഈ പ്രോഡക്റ്റ് നമ്മൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എങ്ങനെ പാസ്സാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു, ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് തംസപ്പ് അടിക്കോ? പെർഫെക്റ്റ്, ഫാന്റാസ്റ്റിക്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റിലോട്ട് വരാം. ഇതിന്റെ പ്രൈസിങ് എങ്ങനെയാണ്? ഓൾറൈറ്റ്, സോ പോയിന്റ് നമ്പർ 1, ഐഡിയലി റെക്കോർഡഡ് ലെക്ചേഴ്സ് ആർ എക്സ്പെൻസീവ്. നിങ്ങൾക്കും അത് അറിയുന്ന ഒരു കാര്യമാണ്. വാട്ട് വി ആർ ഡൂയിങ് ഇസ്, ഇവിടെ പ്രൈസിങ് അല്ല ഇവിടുത്തെ ഉദ്ദേശം. ഇവിടുത്തെ ഉദ്ദേശം നമ്മുടെ ടീമിൽ കുറച്ച് സ്റ്റുഡൻസ് നമ്മുടെ കൂടെ പഠിക്കണം, പാസ് ആവണം. ഫ്രണ്ട്സ്, ഞാൻ ഐഡിയലി ഒരു CA ഫാക്കൽറ്റി ആയിരുന്നു. കഴിഞ്ഞ ഒരു 15 കൊല്ലമായിട്ട് CA സ്റ്റുഡൻസിന് പഠിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ബാച്ചിൽ തന്നെ എന്റെ ഒരു കുട്ടിക്ക് ഓൾ ഇന്ത്യ 50th റാങ്ക് അടിച്ചു. AFM ലാണ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. നിങ്ങൾ എന്താണോ പാർട്ട് 2ൽ പഠിക്കുന്നത് അതിന്റെ ഒരു അഡ്വാൻസ് ലെവലാണ് അവരോട് പഠിക്കുന്നത്. അവന് ഓൾ ഇന്ത്യ 50th റാങ്ക് അടിച്ചു എന്ന് പറഞ്ഞാൽ മൊത്തം ഇന്ത്യയിൽ 3 ലക്ഷം കുട്ടികളെ എക്സാം എഴുതിയതിൽ
50 പേർക്ക് ടോപ്പ് മാർക്ക് കിട്ടിയത് ഒരാൾ ഈ സ്റ്റുഡന്റ് ആയിരുന്നു. രാഹുൽ ജെയിൻ ആയിരുന്നു അവന്റെ പേര്. ബാംഗ്ലൂർ ബേസ്ഡ് സ്റ്റുഡന്റ് ആണ്. ഇവർക്ക് റാങ്ക് അടിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ CMA US ഇപ്പം പ്രിപ്പയർ ചെയ്തും പഠിപ്പിച്ച് തുടങ്ങിയിട്ട് 1 year ആയിട്ടുള്ളൂ. പക്ഷെ പഠിപ്പിച്ച് നോക്കുമ്പോൾ CA സിലബസ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻസ് കുറവാണ്, ഈസിയാണ്. പഠിക്കാനുള്ള ടെക്നിക്ക് അറിയാത്തത് കൊണ്ടും വൃത്തിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും മാത്രമാണ് ഒരുപാട് സ്റ്റുഡൻസ് സ്ട്രഗിൾ ചെയ്യുന്നത്. ആ കുട്ടിക്ക് ഓൾ ഇന്ത്യ റാങ്ക് അടിച്ച സ്റ്റുഡന്റ് ഈ ഫ്രീ സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, ടെസ്റ്റ് സീരീസിലൂടെ എൻറോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആർ യു ക്ലിയർ വിത്ത് ദിസ് പാർട്ട്? സോ അത് അങ്ങനെയാണ് കുട്ടിക്ക് അവിടെ അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുള്ളത്. നൗ ആസ് എ പാർട്ട് ഓഫ് പ്രീമിയം സപ്പോർട്ട് ഈ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ടീമിൽ ഒരാൾ ഇതിന് മുകളിൽ ഫുൾ ആയിട്ട് വർക്ക് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാക്കണം, അതിന്റെ ആൻസർ കീ പ്രിപ്പയർ ചെയ്യണം, നിങ്ങൾക്ക് ആപ്പിൽ ആ ആക്സസ് അറേഞ്ച് ചെയ്ത് തരണം. അപ്പൊ അതിലൊക്കെ ഒരുപാട് കോസ്റ്റ് ഇൻവോൾവ് ആയതുകൊണ്ട് നമ്മൾ ഈ 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് ചാർജ് ചെയ്യുന്ന ടെസ്റ്റ് സീരീസിന് വരുന്ന പ്രൈസിംഗ് ആണ് 2500 rupees. Alright. Point number 2, recorded lectures, complete recorded lectures ആണ്. കോൺസെപ്റ്റ് ബേസ്ഡ് കംപ്ലീറ്റ് ലെക്ചേഴ്സ് ഉണ്ട്, ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്, ഒരു 100+ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയും നമുക്കൊരു 200 ക്വസ്റ്റ്യൻ ചെയ്താലേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അപ്പൊ ആ റെക്കോർഡഡ് ലെക്ചേഴ്സ് കോൺസെപ്റ്റിലായിട്ട് കണ്ടാൽ മാത്രം മതി. മാർക്കറ്റ് ആക്ച്വലി സെല് ചെയ്യുന്ന പ്രൈസ് 30,000 ആണ്. പക്ഷേ നെക്സ്റ്റ് ഒരു 1 വീക്കിന്റെ ഉള്ളിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ 5,000 rupees തരാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ആൻഡ് ആരൊക്കെ റെക്കോർഡഡ് ലെക്ചേഴ്സ് വാങ്ങുന്നോ അവർക്ക് ഈ ടെസ്റ്റ് സീരീസ് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. സോ ഇൻഡയറക്ട്ലി 5,000 rupees നിങ്ങൾക്ക് കംപ്ലീറ്റ് റെക്കോർഡഡ് ലെക്ചേഴ്സും കിട്ടും, അതിന്റെ കൂടെ കംപ്ലീറ്റ് ടെസ്റ്റ് സീരീസും കൂടി ഒരു പാക്കേജ് ആയിട്ടാണ് കിട്ടുക. പെർ പാർട്ട് ആണ് കേട്ടോ. സോ ഐ എം ടോക്കിംഗ് അബൌട്ട് പാർട്ട് 2 റൈറ്റ് നൗ. ഇതേപോലെ സെയിം കോൺസെപ്റ്റ് എന്തിനും കൂടി വരും, പാർട്ട് 1 കൂടി വന്നിരിക്കും. എവറിബഡി ക്ലിയർ? നൗ നിങ്ങൾക്ക് റെക്കോർഡഡ് ലെക്ചേഴ്സ് ഫുൾ ആയിട്ട് വേണ്ട, നിങ്ങൾക്ക് ഇപ്പോൾ സെക്ഷൻ B മാത്രമാണ് പഠിക്കാൻ താല്പര്യമുള്ളൂ, നിങ്ങൾക്ക് ബാക്കി സെക്ഷൻസ് ഒക്കെ നല്ല രീതിയിൽ അറിയാം. അങ്ങനെ ആയതുകൊണ്ട്, അങ്ങനെ കുറെ സ്റ്റുഡൻസ് ചോദിച്ചത് കൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ഒരു യുണീക്ക് ആയിട്ട് കൊണ്ടുവന്ന ഒരു വേറെ കോൺസെപ്റ്റ് ആണ്. നിങ്ങൾക്ക് 999 rupees പെർ സെക്ഷൻ ക്ലാസ്സസിന് വേണ്ടി പ്രൈസിങ് സെറ്റ് ആക്കി. അപ്പം ആ ഒരു സെക്ഷൻ മാത്രം പഠിച്ചാൽ മതി. 999 വെച്ചിട്ട് ഒരു ഫാക്കൽറ്റിക്കും ഒരു അക്കാഡമിക്കും ലാഭം ഉണ്ടാക്കാൻ പറ്റൂല. പക്ഷെ ഒരു ചെറിയ പൈസ ചെലവാക്കിയാൽ നിങ്ങൾ പഠിക്കും, പഠിച്ചാൽ പാസ്സാവും. അൾട്ടിമേറ്റ്ലി എന്താണ് വേണ്ടത്? ആ ഒരു റിസൾട്ട് ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. എവറിബഡി ക്ലിയർ വിത്ത് ദിസ് പാർട്ട്? സോ ആസ് എ പാർട്ട് ഓഫ് ദിസ് ലൈവ് സെഷൻ, ഇപ്പൊ ലൈവ് ഇരിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു സ്പെഷ്യൽ പോയിന്റ് ആയിട്ട് പറയുന്നത്, മൊത്തം സാധനം നിങ്ങൾക്ക് 5,000 വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസ് മാത്രമാണെങ്കിൽ മാത്രമായിട്ട് എടുക്കാം, റെക്കോർഡഡ് ലെക്ചേഴ്സ് മാത്രമാണെങ്കിൽ മാത്രമായിട്ട് എടുക്കാം, റെക്കോർഡഡ് ലെക്ചേഴ്സിൽ ഒരു പാർട്ട് മാത്രം വേണമെങ്കിൽ അത് വേറെ ആയിട്ട് എടുക്കാം. പിന്നെ ഈ കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾ എല്ലാവർക്കും ചെയ്യുന്നതായിരിക്കും. ഐ ഹോപ്പ് ദി എൻറ്റയർ മെന്റർഷിപ്പ് പ്ലാൻ ഇസ് ക്ലിയർ ടു ഓൾ ഓഫ് യു ഫ്രണ്ട്സ്. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ സംശയമുള്ളത് എനിക്ക് പറഞ്ഞു തരണം. ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ പറയാം, നമ്പർ നോട്ട് ചെയ്യണം. ഇതിലോട്ട് മെസ്സേജ് അയച്ചാലാണ് അവർ ഇതിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി തരിക. പിന്നെ ഈ ഒരു ഓഫർ 1 വീക്കിന്റെ ഉള്ളിൽ എക്സ്പയർ ചെയ്യുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഓക്കെ, 1 വീക്കിന്റെ ഉള്ളിൽ ഈ പറയുന്ന സ്പെഷ്യൽ ഓഫർ മാറിയിട്ട് പ്രൈസിംഗ് ഒക്കെ ആപ്പിൽ കൂട്ടിയിടും. ഓൾറൈറ്റ്, യെസ്. ഇത് കൂടാതെ എന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സപ്പോർട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ആയിട്ടൊന്ന് പറഞ്ഞു തന്നാൽ അതും കൂടി ഞാൻ ഇതിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം. ആ ഫീഡ്ബാക്കും വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയം കൂടി നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണം, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. മെസ്സേജ് അയക്കണമെങ്കിൽ മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് കൺവീനിയൻസ് ഉള്ള പോലെ ചെയ്യാം. ഗുഡ് ഈവനിങ് വിജീഷ്, ഹൗ ആർ യു? I am good Vijesh. Yes Vijesh, പറയൂ. ആ ഓക്കെ, അത് ഞാനും കൂടി ഒന്ന് അപ്ഡേറ്റ് ആവാനുണ്ട് വിജീഷ്. ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞാൽ മതിയോ? അത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, CBQ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ മോഡലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ചെക്ക് ചെയ്തിട്ടില്ല. സോറി ഫോർ ദാറ്റ്. ഞാൻ ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് പറയാം. ഓൾറൈറ്റ്, നെക്സ്റ്റ് ടൈം ആകുമ്പോഴേക്ക് എന്തായാലും ഇത് അപ്ഡേറ്റ് നെക്സ്റ്റ് ലൈവ് സെഷനിൽ ഇത് ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞു തരും. ഓൾറൈറ്റ് വിജീഷ്, ശരി, പെർഫെക്റ്റ്. യെസ് വിജീഷ്, വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? പെർഫെക്റ്റ്. സോപ്പനിക മാം, ഗുഡ് ഈവനിങ്. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പൊ
ഓക്കെ, സോ വിജീഷ്, എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയാം. ഇവർ കേസ് ബേസ് സിനാരിയോ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ ഏരിയാസിലൂടെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുക എപ്പോഴും. കേസ് ബേസ് സിനാരിയോസ് ആർ നത്തിങ് ബട്ട് പ്രാക്ടിക്കൽ എക്സ്പോഷർ ഡ്രിവൺ വർക്ക്സ്. അപ്പം ഭാവിയിൽ ജോലി കിട്ടാതെ വരുന്നത് കൊണ്ട് കുട്ടികൾക്ക് കേസ് ബേസ് ക്വസ്റ്റ്യനിലോട്ട് മാറിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ട് പഠിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ജോലി കിട്ടും. അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു അപ്രോച്ച് തന്നെ പ്രാക്ടിക്കൽ ബേസ്ഡ് ആണ്. അപ്പൊ ആ ഒരു സിനാരിയോ മാറിയത് കൊണ്ട് നിങ്ങൾക്ക് വലിയ ഡിഫിക്കൽട്ടി വരാൻ പോകുന്നില്ല. ദാറ്റ് ഐ ക്യാൻ അഷ്യൂർ യു. ഓക്കെ വിജീഷ്, ബട്ട് അതിന്റെ ഈ സ്കീം എനിക്ക് കറക്റ്റ് ഒന്ന് പഠിക്കാനുണ്ട്. അത് അപ്ഡേറ്റഡ് അല്ല, അത് ഡെഫിനറ്റ്ലി പഠിച്ചിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് പറയാം. അത് സൗപർണിക മാം ഹാസ് ഓൾറെഡി എലോബറേറ്റഡ് ആൻഡ് ടോൾഡ് എവറിത്തിങ്. എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് എന്തായാലും പറഞ്ഞു തരാം. ഓൾറൈറ്റ്, യെസ്, അത് ഞാൻ നോക്കിയിട്ട് റിവേർട്ട് ചെയ്യാം. ആ രജിസ്ട്രേഷന്റെ കാര്യം കൂടി ഞാൻ ടീമോട് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്തതാണ്. നാളെ നമുക്കൊരു കോൺഫറൻസ് കോൾ എടുക്കാം. ഓക്കെ വിജീഷ്, നാളെ തന്നെ ഓൺ ദ സ്പോട്ട് നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ വിജീഷ്, താങ്ക് യു സോ മച്ച്. യെസ്, എക്സാം രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ നമ്മളൊരു പ്ലാറ്റിനം പാർട്ണർ ആണ്. വി ആർ ഇൻ അസോസിയേഷൻ വിത്ത് ISDC. അപ്പൊ അതിന്റേതായ പ്ലാറ്റിനം പാർട്ണർഷിപ്പിന്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അങ്ങനെ ആർക്കെങ്കിലും എക്സാം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അറിയിക്കാം. ഓൾറൈറ്റ്, യെസ് ഫ്രണ്ട്സ്, വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്റെ സൈഡിൽ നിന്ന് വേറെ എന്തെങ്കിലും സപ്പോർട്ട് എനിക്ക് തരാൻ പറ്റുമോ? അതും കൂടി ഒന്ന് ഫീഡ്ബാക്ക് ആയിട്ട് പറഞ്ഞു തരുമോ? ഓൾ ദ പോയിന്റ്സ് ക്ലിയർ ആണോ? സൗപർണിക മാം, നിങ്ങൾക്ക് ഈ മെന്റർഷിപ്പ് സീരീസ് എന്തെങ്കിലും വേറെ ആഡ് ചെയ്യാനുണ്ടോ മാഡം? എന്തെങ്കിലും ആഡ് ചെയ്യാണ്ട് നിങ്ങൾക്കും കൂടി ആഡ് ചെയ്യാം. ദെൻ വി ക്യാൻ വൈൻഡ് അപ്പ് ദ സെഷൻ ദെൻ. ഓക്കെ. സോ ഫ്രണ്ട്സ്, ജസ്റ്റ് ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ. ഓൾറൈറ്റ്, ഞാൻ പറഞ്ഞ പോലെ വിൽ ഹാവ് 2 ടൈപ്സ് ഓഫ് സപ്പോർട്ട്. ഫ്രീ സപ്പോർട്ടും ഉണ്ട്, പ്രീമിയം സപ്പോർട്ടും ഉണ്ട്. ഫ്രീ സപ്പോർട്ടിൽ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ കിട്ടും, അസൈൻമെന്റ്സ് പ്രൊവൈഡ് ചെയ്യും, വീക്ക്ലി നിങ്ങളുടെ ഡൗട്ട് ഫ്രീ ആയിട്ട് ക്ലിയർ ആക്കി തരും, സെക്ഷൻ D and F ന്റെ ഫ്രീ റിവിഷൻ ഉണ്ടാവും. ഓക്കെ, പ്രീമിയം സപ്പോർട്ടിൽ നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, 100 ക്വസ്റ്റ്യൻസ് ഈച്ചിന്റെ 10 ക്വസ്റ്റ്യൻ പേപ്പർ പ്രീമിയം സപ്പോർട്ടിൽ വരും. അതിന്റെ പ്രൈസിങ് 2500 ആണ്. കംപ്ലീറ്റ് റെക്കോർഡഡ് ലെക്ചേഴ്സ് ഇസ് ബീങ് ഗിവൻ അറ്റ് എ ഡിസ്കൗണ്ടഡ് പ്രൈസ് ഫോർ 5000. അത് എടുക്കുന്ന ആൾക്കാർക്ക് ടെസ്റ്റ് സീരീസും കൂടി ഫ്രീ ആയിരിക്കും. ഓൾറൈറ്റ്, പിന്നെ നിങ്ങൾക്ക് സെക്ഷൻ വൈസ് മാത്രം ക്ലാസ് വേണമെങ്കിൽ 999 ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. ഈ ഒരു നമ്പർ തന്നിട്ടല്ലോ, 8138002323. എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയക്കുക. അവർ ഈ സ്കീം പെട്ടെന്ന് മാറ്റും. ഇതിപ്പോ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൈസ് കുറച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഐഡിയൽ പ്രൈസിങ് 30K 40K ഒക്കെയാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിപ്പം കുറഞ്ഞിട്ടാണ്. വിതിൻ 1 വീക്ക് ഇത് മാറുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. ഐ റിക്വസ്റ്റ് യു ഓൾ ടു ജസ്റ്റ് സബ്സ്ക്രൈബ് അറ്റ് ദി ഏർലിയസ്റ്റ്. ഓൾറൈറ്റ്, യെസ്. സോ ഐ തിങ്ക് ഓൾ മൈ പോയിന്റ്സ് ആർ ക്ലിയർ ഓവർ ഹിയർ. താങ്ക് യു സോ മച്ച് ഫോർ അറ്റൻഡിങ് ദ ലൈവ് സെഷൻ ഫ്രണ്ട്സ്. നന്നായിട്ട് പഠിക്കൂ, ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ട്. ലെറ്റ് സ്റ്റഡി ടുഗദർ, മെയ് വിൻഡോയിൽ ലെറ്റ് us win together. പിന്നെ ഇതൊക്കെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. എന്ത് സപ്പോർട്ട് വേണമെങ്കിലും എന്റെ നമ്പറും കൂടി തരാം. നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓൾറൈറ്റ്, ദിസ് ഇസ് മൈ വാട്സ്ആപ്പ് നമ്പർ. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പേഴ്സണൽ ആയിട്ടും ചോദിക്കാം. താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ്. സ്റ്റഡി വെൽ, ടേക്ക് കെയർ. താങ്ക്സ് എ ലോട്ട്. ഹാവ് എ നൈസ് ടൈം. താങ്ക് യു.